BCE 6-ാം നൂറ്റാണ്ടിലെ പുതിയ മതങ്ങളുടെ ആവിർഭാവ കാരണങ്ങൾ. ലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാലഘട്ടമാണ് BCE 6-ാം നൂറ്റാണ്ട്. പാരമ്പര്യങ്ങളെയും അനാചാരങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള സാധാരണക്കാരുടെ മുന്നേറ്റം BCE 6-ാം നൂറ്റാണ്ടിനെ മതപരമായ അസ്വസ്ഥതകളുടെ ഒരു യുഗമാക്കി തീർത്തു. പേർഷ്യ, ഇന്ത്യ, ചൈന തുടങ്ങി പല രാജ്യങ്ങളിലും ഈ കാലഘട്ടം മതപരമായ ഉണർവ് സൃഷ്ടിച്ചു. ഇറാനിൽ സരതുഷ്ട്ര, ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഇന്ത്യയിൽ വർത്തമാന മഹാവീരൻ ശ്രീബുദ്ധൻ എന്നിവരായിരുന്നു ജനങ്ങളെ ഒരു പരിവർത്തനത്തിലേക്ക് നയിച്ചവർ. പിൽക്കാലത്ത് ഇവരുടെ ചിന്തകളെ സ്വാധീനിച്ച ഗ്രീക്ക് തത്വചിന്തകരായിരുന്നു സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവർ. BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലുണ്ടായ മതപരമായ ഉണർവ് ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിച്ചു. പൗരാണിക ഹിന്ദു വിശ്വാസങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ശ്രാമണങ്ങൾ എന്ന് വിളിച്ചിരുന്ന 64 പുതിയ ചിന്താസരണികളാണ് ഇന്ത്യയിൽ രൂപം കൊണ്ടത്. ഇവയിൽ ഏറ്റവും ശക്തമായത് ജൈനമതവും ബുദ്ധമതവുമായിരുന്നു. വൈദിക മതത്തിൻ്റെ ജീർണതയായിരുന്നു പുതിയ മതങ്ങളുണ്ടാകുവാനുള്ള മുഖ്യ കാരണം. ഋഗ്വേദം രചിക്കപ്പെട്ട BCE 1500-നും 1000-നുമിടയിൽ ജനങ്ങളുടെ മതപരമായ ആചാരങ്ങൾ വളരെ ലളിതമായിരുന്നു. ഇന്ദ്രൻ, വരുണൻ, അഗ്നി, സോമ തുടങ്ങിയ ദൈവങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സ്തോത്രങ്ങളുടെ സമാഹാരമാണ് ഋഗ്വേദം. ആരോഗ്യവർദ്ധനവിനും സന്താനലബ്ധിക്കും കന്നുകാലി സമ്പത്തിനും ദീർഘായുസ്സിനും വേണ്ടി ജനങ്ങൾ കൂട്ടമായി സ്തോത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് യാഗങ്ങൾ അനുഷ്ഠിക്കുമായിരുന്നു. കുടുംബ ഐശ്വര്യത്തിനായി ഗൃഹനാഥന്മാരും യാഗങ്ങൾ ചെയ്യിച്ചിരുന്നു. എന്നാൽ അശ്വമേധം, രാജസൂയം തുടങ്ങിയ വലിയ യാഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നത് രാജാക്കന്മാരോ മുഖ്യന്മാരോ ആയിരുന്നു. പിൽക്കാല വേദങ്ങൾ എഴുതപ്പെട്ട കാലഘട്ടം മുതൽ ആചാരാനുഷ്ഠാനങ്ങൾ സങ്കീർണമായി മാറി. അവ വിപുലവും ചെലവേറിയതും ഹിംസാത്മകവുമായി തീർന്നു. സാധാരണ ജനങ്ങൾക്ക് യാഗങ്ങൾ നടത്തുക പ്രയാസകരമായിരുന്നു. യാഗാദികർമ്മങ്ങളുടെ അനുഷ്ഠാനം ബ്രാഹ്മണരുടെ കുത്തകയായി തീർന്നു. ദക്ഷിണ സ്വീകരിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുവാനായി അവർ ഈ സ്ഥാനം ദുരുപയോഗം ചെയ്തു. സ്വാഭാവികമായും അനായാസമായി അനുഷ്ഠിക്കാവുന്നതും ലളിതവുമായ ഒരു മതം സാധാരണക്കാരുടെ ആവശ്യമായി മാറി. വർണ്ണവ്യവസ്ഥയും ജാതി വ്യവസ്ഥയുമായിരുന്നു പുതിയ മതങ്ങൾ ഉണ്ടാകുവാനുള്ള മറ്റൊരു കാരണം. പിൽക്കാല വേദ കാലഘട്ടമായപ്പോൾ സമൂഹം ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ വ്യക്തമായി 4 വർണ്ണങ്ങളായി മാറി. ഉയർന്ന പദവി നേടിയെടുത്ത ബ്രാഹ്മണർ മറ്റ് വിഭാഗങ്ങളെ അവഗണിച്ചത് അവരുടെ എതിർപ്പിന് കാരണമായി. ധനവും സമൃദ്ധിയും ഉണ്ടായിട്ടും സമൂഹത്തിൽ വൈശ്യർക്ക് അർഹമായ സ്ഥാനം കിട്ടിയിരുന്നില്ല. സ്വാഭാവികമായും അവർ പ്രത്യാശയോടെ പുതിയ മതങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ചു. വേദഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസകരമായിരുന്ന സംസ്കൃത ഭാഷയിലായിരുന്നു. എന്നാൽ മഹാവീരനും ശ്രീബുദ്ധനും തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് സാധാരണക്കാരുടെ ഭാഷയായ പാലിയിലും പ്രാകൃതത്തിലുമായിരുന്നു. അതിനാൽ പുതിയ മതങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു. പുതിയ കാർഷിക സമ്പത്ത് വ്യവസ്ഥയുടെ വികാസവും പുതിയ മതങ്ങളുടെ ഉയർച്ചയ്ക്ക് ഇടയാക്കി. കൃഷിയുടെ വികാസം കന്നുകാലി സമ്പത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. ബ്രാഹ്മണർ യാഗങ്ങൾക്ക് വേണ്ടി കന്നുകാലികളെ ബലി കൊടുത്തത് നിമിത്തം കൃഷിക്കാവശ്യമുള്ള മൃഗങ്ങളെ ലഭ്യമല്ലാതായി. ഇത് കാർഷിക സമ്പത്ത് കുറയുവാനും കർഷകരുടെ ജീവിതം തകരുവാനും ഇടയാക്കി. സ്വാഭാവികമായും അഹിംസാ സിദ്ധാന്തത്തെ ഉയർത്തിപ്പിടിക്കുന്ന മതങ്ങളെ ജനങ്ങൾ സ്വാഗതം ചെയ്തു. ഇതിനെല്ലാം പുറമെ ഉപനിഷത്തുക്കളിൽ പറയുന്ന ജീവിതത്തിൻ്റെ അർത്ഥം, മരണാനന്തര ജീവിതം,
പുനർജന്മം എന്നിവയെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം ജനങ്ങൾക്കുണ്ടായിരുന്നു. പുനർജന്മവും പൂർവകാല കർമ്മങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച ചൂടേറിയ സംവാദങ്ങൾ ഇക്കാലത്ത് നടന്നിരുന്നു. അനവധി ആചാര്യന്മാർ നാട് നീളെ സഞ്ചരിക്കുകയും ഈ വിഷയങ്ങൾ സാധാരണക്കാരുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. ആചാര്യന്മാർ തമ്മിലുള്ള സംവാദങ്ങൾ നടന്നിരുന്നത് കൂർത്ത അഗ്രമുള്ള മേൽക്കൂരയോട് കൂടിയ കുടിലുകൾ ആയ കുടകാരശാലകളിലോ ഭിക്ഷുക്കൾ യാത്രക്കിടെ വിശ്രമിക്കുന്ന വൃക്ഷത്തോപ്പുകളിലോ ആയിരുന്നു. സംവാദങ്ങളിൽ പരാജയപ്പെടുന്ന ആളുടെ ശിഷ്യന്മാർ വിജയിച്ച ആചാര്യന്റെ ശിഷ്യരായി മാറുമായിരുന്നു. വേദങ്ങളുടെ ആധികാരികതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ആശയങ്ങളായിരുന്നു പുതിയ ചിന്തകന്മാരുടേത്. ജാതി, വർണ്ണ, ലിംഗ വ്യത്യാസങ്ങളില്ലാതെ ജന്മത്തെക്കാൾ ഉപരി സത്കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മോക്ഷമാർഗം ഉപദേശിച്ച ആചാര്യന്മാരിലേക്ക് സാധാരണക്കാർ ആകർഷിക്കപ്പെട്ടതും പുതിയ മതങ്ങളുടെ ആവിർഭാവത്തിന് ഇടയാക്കി.